എൻ്റെ മനസ്സിലൊരു ആശങ്ക എന്ന് വെച്ചാൽ ഈ അടുക്കള എന്ന് പറഞ്ഞാൽ ചെറിയൊരെണ്ണമാണ്. അപ്പം ഈ ചെറിയ അടുക്കളയിൽ സാധാരണ ഇപ്പോഴത്തെ അടുക്കളയെല്ലാം വലിയ സ്പേസും ഒക്കെയുള്ളതാണ്. അപ്പോൾ ഇത് ഇടിച്ചു പൊളിച്ചിട്ട് പുതിയൊരു അടുക്കള വെക്കുമ്പോൾ എങ്ങനെ ആവും, നമുക്ക് പൈസ നഷ്ടപ്പെടുമെന്നൊരു ആശ ഉണ്ടായിരുന്നു. നമസ്കാരം. ഇത് ഒരു 23 വർഷം പഴക്കമുള്ള ഒരു കിച്ചണായിരുന്നു. അപ്പം ക്ലയൻറ്റിൻ്റെ പ്രധാന ഒരു ആശങ്ക എന്ന് പറഞ്ഞാൽ നിലവിൽ ഇതൊരു അൺഓർഗനൈസ്ഡായിട്ട് കിടന്ന ഒരു കിച്ചണായിരുന്നു. ഈ കിച്ചണെ നമുക്ക് എങ്ങനെ ഈ ഉള്ള പരിമിതികളിൽ വെച്ചിട്ട് എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാം എന്നുള്ളതായിരുന്നു ക്ലയൻറ്റിൻ്റെ ഒരു പ്രധാന ആശങ്ക. ഇതായിരുന്നു ഞങ്ങൾ ആ പറഞ്ഞ കിച്ചൺ. ഇത് ഒരു എൽ ഷേപ്പ്ഡായിട്ട് വന്നേക്കുന്നൊരു കിച്ചണാണ്. നിസ്സാരം, അതായത് ഒരു 50 സ്ക്വയർ ഫീറ്റാണ് ബോട്ടം ക്യാബിനറ്റ് നമ്മളോട് ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ ടോപ്പിൽ വരുന്ന ബോക്സുകൾ, ക്യാബിനറ്റുകളും കാര്യങ്ങളൊക്കെ ഒരു ഏകദേശം ഒരു 20 സ്ക്വയർ ഫീറ്റാണ് നമുക്കിവിടെ ഉള്ളത്. അപ്പോൾ ഈ ചെറിയ കിച്ചൺ ആണെങ്കിൽ പോലും ഇവിടെ നമുക്ക് അത്യാവശ്യം ഒരു 2 ഡ്രോ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ലെഫ്റ്റും റൈറ്റും 2 ഡ്രോ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ മിഡിലായിട്ട് തന്നെ ഒരു പുൾ ഔട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഹുഡ് ആൻഡ് ഹോബ് ഇതിൻ്റെ സെൻട്രലായിട്ട് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. അത്യാവശ്യം വലിപ്പമുള്ളൊരു വാഷ് ബേസിൻ നമ്മളിവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മുടെ ഒരു പരിമിതിയിൽ ക്ലയൻറ്റ് പറഞ്ഞ പോലെ തന്നെ അത്യാവശ്യം കാര്യങ്ങളൊക്കെ നമ്മളിവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് ക്ലയൻറ്റിൻ്റെ അടുത്ത് തന്നെ ചോദിക്കാം. എൻ്റെ പേര് രാധാകൃഷ്ണൻ. ഞാൻ ഒരു അഡ്വക്കേറ്റാണ്. കൊട്ടാരക്കര ബാറിൽ പ്രാക്ടീസ് ചെയ്യുന്നു. ഈ വീട് വെച്ചിട്ട് ഏതാണ്ട് 25 വർഷത്തോളമായി. അപ്പോൾ അന്നത്തെ അടുക്കളയായിരുന്നു. 25 വർഷം ആയതുകൊണ്ട് അടുക്കളയ്ക്ക് വളരെ പഴക്കമായി. അപ്പോൾ ഇതൊന്ന് മാറ്റണം, ഒരു മോഡുലാർ കിച്ചൺ വേണമെന്ന് നമ്മുടെ വൈഫ് പലവട്ടം എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ മനസ്സിലൊരു ആശങ്ക എന്ന് വെച്ചാൽ ഈ അടുക്കള എന്ന് പറഞ്ഞാൽ ചെറിയൊരെണ്ണമാണ്. ഈ ചെറിയ അടുക്കളയിൽ സാധാരണ ഇപ്പോഴത്തെ അടുക്കളയെല്ലാം വലിയ സ്പേസും ഒക്കെയുള്ളതാണ്. അപ്പോൾ ഇത് ഇടിച്ചു പൊളിച്ചിട്ട് പുതിയൊരു അടുക്കള വെക്കുമ്പോൾ എങ്ങനെ ആവും, നമുക്ക് പൈസ നഷ്ടപ്പെടുമെന്നൊരു ആശയം ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുകയാണ് എൻ്റെ വീട് എന്ന് പറയുന്ന ഇൻറ്റീരിയർ ഡെക്കറേഷനെ കുറിച്ച് ഞാൻ അറിയാൻ കഴിഞ്ഞതും അവരുമായി കോൺടാക്ട് ചെയ്തു. അവർ വന്നു. ആദ്യം കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോഴും എൻ്റെ മനസ്സിലൊരു ആശങ്ക ഉണ്ടായിരുന്നു, എങ്ങനെ ആയിത്തീരും എന്നുള്ളത്. പക്ഷേ അത് അവരുടെ ഐഡിയക്ക് ഞാൻ കംപ്ലീറ്റ് വിട്ടുകൊടുത്തു. അവർ മനോഹരമായിട്ട് തന്നെ അത് പണിഞ്ഞു. ഈ ചെറിയൊരു സ്പേസിനകത്ത് വെച്ച് തന്നെ ഞാൻ ഉദ്ദേശിക്കാത്ത തരത്തിലുള്ള പുതിയ ഐഡിയ ഡിസൈൻ അവർ തന്നു. എനിക്കതിൽ സന്തോഷമുണ്ട്, സംതൃപ്തിയുണ്ട്. താങ്ക് യു.